അടുത്തതായി നമുക്കൊരു പാരഡോക്സിനെ പറ്റിയിട്ട് സംസാരിക്കാം. പാരഡോക്സിന്റെ പേര് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് പ്രകാരം പറയുന്നു, ഇമാജിൻ ക്ലാര എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു ടൈം മെഷീൻ കണ്ടുപിടിച്ചു. എന്നിട്ട് തന്റെ പാസ്റ്റിലേക്ക് പോകുന്നു. പാസ്റ്റിലേക്ക് പോയിട്ട് തന്റെ ഗ്രാൻഡ് ഫാദറിനെ കൊല്ലുന്നു. വിച്ച് മീൻസ് ഗ്രാൻഡ് ഫാദറിനെ കൊന്നു കഴിഞ്ഞാൽ, ഗ്രാൻഡ് ഫാദർ കല്യാണം കഴിക്കുന്നതിന് മുന്നെയാണ്. സോ ഗ്രാൻഡ് ഫാദറിനെ കൊന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ക്ലാരയുടെ മാതാപിതാക്കൾ ഉണ്ടാവില്ല, ക്ലാരയുടെ പിതാവ് ഉണ്ടാവില്ല. സോ ഒബ്വിയസ്ലി ക്ലാരയും ഉണ്ടാകില്ല. ക്ലാര ഉണ്ടായില്ലെങ്കിൽ ക്ലാരയ്ക്ക് ഒരിക്കലും ആ ടൈം മെഷീൻ ഉണ്ടാക്കാൻ പറ്റില്ല. ക്ലാരയ്ക്ക് ആ ടൈം മെഷീൻ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ലാരയ്ക്ക് പാസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. ക്ലാരയ്ക്ക് പാസ്റ്റിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ക്ലാരയ്ക്ക് ഗ്രാൻഡ് ഫാദറിനെ കൊല്ലാൻ പറ്റില്ല. ക്ലാരയ്ക്ക് ഗ്രാൻഡ് ഫാദറിനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് ഒന്നും പറ്റില്ല. ഗ്രാൻഡ് ഫാദറിന് ഉണ്ടാകുന്ന മകനൊന്നും പറ്റില്ല. ക്ലാരയ്ക്കൊന്നും പറ്റില്ല. ക്ലാരയ്ക്കൊന്നും പറ്റിയില്ലെങ്കിൽ ക്ലാരയ്ക്ക് ആ ടൈം മെഷീൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ക്ലാരയ്ക്ക് ആ ടൈം മെഷീൻ ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ലാര ടൈം മെഷീൻ എടുക്കും, പാസ്റ്റിലേക്ക് പോകും, ഗ്രാൻഡ് ഫാദറിനെ കൊല്ലും. പക്ഷേ ഗ്രാൻഡ് ഫാദറിനെ കൊന്നു കഴിഞ്ഞാൽ ക്ലാര ഉണ്ടാവില്ല. ഈ ഒരു പാരഡോക്സ്, ഇതിനെ പറയുന്ന പേരാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. എങ്ങനെ ഈ പാരഡോക്സിനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പാരഡോക്സിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നേരെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. നമുക്ക് 1-2 പോസിബിൾ ആയിട്ടുള്ള തിയറീസിനെ കുറിച്ചിട്ട്, ഇപ്പം ഇതിനെ എങ്ങനെ കോൺട്രഡിക്ട് ചെയ്യുന്ന തിയറികളെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ക്ലാര പാസ്റ്റിലേക്ക് പോയിട്ട് എന്തൊക്കെ തന്നെ ചെയ്താലും അത് ക്ലാരയുടെ ഗ്രാൻഡ് ഫാദറും അല്ലെങ്കിൽ ക്ലാരയുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും തമ്മിൽ കണ്ടുമുട്ടുന്നതിന് കാരണമാകും. അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്ലാരയ്ക്ക് ഗ്രാൻഡ് ഫാദറിനെ കൊല്ലാൻ പറ്റില്ല എന്നുള്ളതാണ് ഫസ്റ്റ് തിയറി പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ പോകുന്നത് അല്ലെങ്കിൽ ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുന്നതിന് തന്നെ പോസിബിൾ അല്ല എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിയറിയാണ് ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ പോയി കഴിഞ്ഞാൽ, അഥവാ പോസിബിൾ ആണെങ്കിൽ, ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഒരിക്കലും നടന്ന സംഭവത്തിനെ തിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ക്ലാര അങ്ങോട്ട് പോകുന്നത്, പാസ്റ്റിലേക്ക് പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് ക്ലാര ഉണ്ടാകുന്നതിനുള്ളൊരു കാരണമാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാര പാസ്റ്റിലേക്ക് പോയി ഗ്രാൻഡ് ഫാദറിനെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ഗ്രാൻഡ് ഫാദറിനെ കൊല്ലാൻ പറ്റിയില്ല. ഒരു പക്ഷെ അതിന് ശ്രമിച്ചത് മൂലം ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും തമ്മിൽ കണ്ടുമുട്ടുകയും പിന്നീട് ക്ലാര ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അത് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടാകാം. അതാണ് ഫസ്റ്റ് തിയറി പറയുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തിരുത്താൻ പറ്റില്ല എന്ന് പറയുന്നത്. മറ്റൊരു തിയറി എന്ന് പറയുന്നത്, ഇതൊരു ലൂപ്പ് പോലെ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സാധനം കേട്ടിട്ടുണ്ടാകും, സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞിട്ടുള്ള, സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു ആറ്റം, സൂപ്പർ പൊസിഷൻ തിയറത്തിലൊക്കെ പറയുന്നത് ഒരു ആറ്റത്തിന് 2 ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ സൈമൾട്ടേനിയസ് ആയി നിൽക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ നിൽക്കാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ, ഫാദർ സെയിം ടൈം അലൈവും ഡെഡും ആയിരിക്കും, ഗ്രാൻഡ് ഫാദർ സെയിം ടൈം അലൈവും ഡെഡും ആയിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ഷ്രോഡിഞ്ചേഴ്സ് ക്യാറ്റൊക്കെ പോലെ. മറ്റൊരു തിയറി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ യൂണിവേഴ്സിനെ പറ്റി പറയുന്നതാ. പാരലൽ യൂണിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ക്ലാര പാസ്റ്റിലേക്ക് പോയിട്ട് ഇറങ്ങുന്ന ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, അതൊരിക്കലും ഈ യൂണിവേഴ്സ് അല്ല, അത് വേറെ യൂണിവേഴ്സാ. ആ യൂണിവേഴ്സിൽ പോയിട്ട് ക്ലാര ഗ്രാൻഡ് ഫാദറിനെ കൊന്നു കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിൽ ക്ലാര ഉണ്ടാവില്ല, പക്ഷേ ഈ യൂണിവേഴ്സിൽ ക്ലാര ഉണ്ടാവും. ഈ യൂണിവേഴ്സിൽ ക്ലാരയും ക്ലാരയുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും. പക്ഷേ ആ യൂണിവേഴ്സിൽ ക്ലാരയുടെ ഗ്രാൻഡ് ഫാദർ മരിച്ചു കഴിഞ്ഞാൽ ക്ലാര പിന്നെ ആ യൂണിവേഴ്സിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആ യൂണിവേഴ്സിലെ സിറ്റുവേഷനുകൾ മാറ്റാൻ പറ്റും. നമ്മുടെ അവഞ്ചേഴ്സ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു മൾട്ടി ഡൈമെൻഷൻ, അല്ലെ അതിലെന്താ പറയുക, ആ ഒരു ലൂപ്പ് പോലെ പോകുന്ന ആ ടൈം ലൈനുകളില്ലേ, ആ ഒരു ടൈം ലൈനുകൾ അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരലൽ യൂണിവേഴ്സുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പാരലൽ യൂണിവേഴ്സുകളുണ്ട്. ഓരോ തവണ ടൈം ട്രാവലുകൾ ചെയ്യുമ്പോഴും വെവ്വേറെ പാരലൽ യൂണിവേഴ്സുകളും വെവ്വേറെ കോസുകൾ, കാരണങ്ങൾ, ഓരോരോ എന്തൊക്കെ കാരണങ്ങൾ നമ്മൾ അവിടെ തിരുത്തുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ തിരുത്തുന്നു, അതിനൊക്കെ പുറമെ പുതിയ പാരലൽ യൂണിവേഴ്സസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പറയുന്ന മറ്റൊരു തിയറി ഉണ്ട്. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്താണ് ഈ ഗ്രാൻഡ് ഫാദർ പാരഡോക്സിന്റെ അർത്ഥം? അല്ലെങ്കിൽ ശരിക്കും നമുക്കൊരു ടൈം മെഷീൻ എടുത്ത് ബാക്കപ്പ് പോകാൻ പോസിബിൾ ആണോ, അതോ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണോ? നമുക്കറിയാം, ഒരു ടൈം മെഷീൻ വെച്ചിട്ട് ഫ്യൂച്ചറിലേക്ക് പോകാം, റിലേറ്റീവ്ലി സ്പീഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാം എന്നുള്ളത്. അതിനെ പറ്റിയിട്ട് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാരഡോക്സിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.